അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് നല്ല ചോക്ലേറ്റൊക്കെ കഴിക്കാൻ പൂതിയാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കിലോൻ്റെ ആണ് കേട്ടോ ഈ റെസിപ്പി പറയണത്. അതിലേക്ക് ഞാൻ 220 ഗ്രാം ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ കുറച്ച് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നല്ല മെൽറ്റായിട്ടില്ല, എന്നാലും നല്ല തണുപ്പ് വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് 220 ഗ്രാമാണ് കേട്ടോ. 220 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് എടുക്കുക. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കണത് അതിനൊരു കപ്പ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ആ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൽ തന്നെ അളന്നെടുത്താൽ മതി. ഞാൻ അതിലേക്ക് തന്നെ ചോക്ലേറ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ഞാനിവിടെ 2 ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും എൻ്റെ അടുത്ത് പ്രീമിയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രീമിയം ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്, സാധാ ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഏത് ചോക്ലേറ്റാണോ ഉള്ളത് അതെടുത്താൽ മതി. അത് 300 ഗ്രാം. അതും ഇതേപോലെ തന്നെ ഒരു കപ്പ് എടുത്താൽ മതി. കപ്പളവിനാണെങ്കിൽ ഒരു കപ്പ് എടുക്കുക, അതല്ലെങ്കിൽ 300 ഗ്രാം. അത് ഞാൻ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് ഞാൻ അതിലേക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ചോക്ലേറ്റും ബട്ടറും കൂടി മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് പൊടി അളന്നെടുക്കാം. അപ്പോൾ അത് ഞാൻ 192 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് മൈദ എടുക്കുക കേട്ടോ. 1.5 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറും. ഞാൻ 50 ഗ്രാമാണ് എടുക്കുന്നത്. 25 ഗ്രാം അങ്ങനെ 50 ഗ്രാം കൊക്കോ പൗഡറും 192 ഗ്രാമാണ് മൈദ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1.5 കപ്പ് മൈദയും 1/2 കപ്പ് കൊക്കോ പൗഡറും, അപ്പോൾ 2 കപ്പ്, ടോട്ടലി 2 കപ്പ്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇട്ടിട്ടില്ല വെച്ചിട്ടൊരു കുഴപ്പമില്ല. അതേപോലെ 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് വെക്കുക. പിന്നെ എഗ്ഗ് ഞാൻ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ അടുത്ത് ചെറിയ എഗ്ഗ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഒരു എഗ്ഗും കൂടി എടുത്തു കേട്ടോ. വളരെ ചെറിയ എഗ്ഗായിരുന്നു, അപ്പോൾ ഞാൻ ഒന്നും കൂടി എടുത്തു. 4 എഗ്ഗ് എടുത്താൽ മതി. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയത്, ഇക്കാൻ്റെ ജ്യേഷ്ഠന് കഴിഞ്ഞ ആഴ്ച മരിച്ചു. അപ്പോൾ അത് കാരണം നമുക്ക് വീട്ടിലുണ്ടാവുന്ന വിഷമങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് കാരണമാണ് വീഡിയോ ലേറ്റ് ആയത്. കുറേ ദിവസമായിട്ട് ഞാനിത് ഉണ്ടാക്കി വെച്ച് ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷേ പിന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, മിക്സിയിൽ തന്നെ നമുക്ക് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എടുക്കുന്നത് ഷുഗറാണ് കേട്ടോ. അപ്പോൾ സാധാ ഷുഗർ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതെല്ലാം ചെറിയ തരിയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. അപ്പോൾ അത് 200 ഗ്രാമും, പിന്നെ ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുക്കുന്നത്. അത് 200 ഗ്രാമാണ് വേണ്ടത്. ഞാൻ ടോട്ടൽ ഒരു 350-360 ഗ്രാം എടുക്കണുള്ളൂ. ടോട്ടൽ നമുക്ക് വേണ്ടത് 400 ഗ്രാമാണ്. എനിക്ക് വല്ലാണ്ട് മധുരം വേണ്ടാത്തതുകൊണ്ട് നമ്മൾ അത്രയും മധുരം എടുക്കണില്ല കേട്ടോ. ഞാൻ പറഞ്ഞ 360 ഗ്രാം വരെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചോക്ലേറ്റും ബട്ടറും കൂടി മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എഗ്ഗ് 4 എണ്ണമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. 4 എണ്ണം മതി കേട്ടോ. ഞാൻ കുഞ്ഞ് എഗ്ഗ് ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇത് 1 kgൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നമുക്ക് ടോട്ടൽ ഒരു 45-50 പീസ് 40 പീസ് എന്തായാലും കിട്ടും കേട്ടോ ഇതിൽ നിന്ന്. ഞാനിത് കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ കൊച്ചുമോൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൂൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഉപ്പിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, 1/4 ടീസ്പൂണെന്ന്. അങ്ങനെ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യാണ് കേട്ടോ. എഗ്ഗ് നന്നായിട്ട് ബീറ്റ്, ഞാൻ പറഞ്ഞല്ലോ മിക്സിയിൽ ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് ഞാൻ പതുക്കെ ഷുഗർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തു കേട്ടോ. ഷുഗർ നല്ലോണം മെൽറ്റ് ആവണം. മിക്സിയിലാണെങ്കിലും അതില്ല, നമുക്ക് വിസ്ക് വെച്ചിട്ട് വെറുതെ തവി വെച്ചിട്ട് അങ്ങനെ നമുക്ക് ഇളക്കിയിട്ട് ഗ്രൗണ്ടി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ബീറ്റർ വേണമെന്നില്ല. പിന്നെ മിക്സിയിലൊന്നും ഇല്ലെങ്കിലും നമുക്ക് പതുക്കെ തവി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം.
ഇതിൻ്റെ ശേഷം ഞാൻ ഷുഗർ മുഴുവൻ ഇട്ട് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു ചെറിയ ചൂടുണ്ടായാലും കുഴപ്പമില്ല, നല്ല ചൂടോടെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാനത് നല്ലോണം ഷുഗറൊക്കെ ഇട്ട് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ചോക്ലേറ്റ് മെൽറ്റായത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മെൽറ്റായിട്ടില്ല, ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കണത്. കുറച്ച് തരിതരിണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചോക്ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ചോക്ലേറ്റിൻ്റെ പീസ് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, അപ്പോൾ പിന്നെ അത് പ്രശ്നമല്ല. അതൊന്ന് ലോ സ്പീഡിലാണ് കേട്ടോ ബീറ്റ് ചെയ്യണത്. ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ്. ലോ സ്പീഡിൽ പതുക്കെ ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മൈദ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് പൗഡറും മൈദയും ഉപ്പും ഒക്കെ കൂടിയും നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെ കട്ട് ആൻഡ് ഫോൾഡിൽ പതുക്കെ, ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ. അങ്ങനെ അതിട്ട് മിക്സാക്കിൻ്റെ ശേഷം ഞാൻ ഒരു 10 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാനത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ശേഷം ഞാനൊരു 1/2 ടീസ്പൂൺ കാപ്പി, നമ്മൾ കാപ്പി പൗഡറില്ലേ, കോഫി പൗഡർ, അത് ഞാൻ ഒരു 1 ടീസ്പൂണ് ചെറു ചൂട് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു കോഫീൻ്റെ ടേസ്റ്റും കൂടി നമുക്കിതിലേക്ക് വരും, ഫ്ലേവർ. അങ്ങനെ ഞാൻ 10 ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പാച്ച്മെൻറ്റ് പേപ്പറാണ് കേട്ടോ, ബട്ടർ പേപ്പറല്ല, പാച്ച്മെൻറ്റ് പേപ്പറാണ്. ഒന്നും കൂടി നല്ലതാണ് ബ്രൗണിക്ക് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. എല്ലാവരും പ്രശ്നമാണ് ബ്രൗണി നമുക്ക് പാത്രത്തിൽ നിന്ന് കിട്ടില്ല, ബട്ടർ പേപ്പറിൽ നിന്ന് കിട്ടില്ല എന്ന്. അങ്ങനെ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 35-40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്തിട്ട് കണ്ടോ, ബ്രൗണിൻ്റെ മുകൾ ഭാഗം അങ്ങനെ ക്രാക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ ശരിക്കും ഒറിജിനൽ ടെക്സ്ചർ വരുന്നത് ബ്രൗണിൻ്റെ. പിന്നെ ഞാൻ കുറച്ച് കാഷ്യും ബദാമൊക്കെ കൂടി കട്ട് ചെയ്ത് പിസ്തയൊക്കെ കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. അത് ഞാൻ പറയല്ലോ, എൻ്റെ കൊച്ചുമോൻ്റെ സ്കൂൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത്രക്കുള്ള വീഡിയോ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.